മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, അമിതമായി ചിന്തിക്കുന്നത് നിർത്തുക. നിങ്ങൾക്ക് എല്ലാം നിയന്ത്രിക്കാൻ കഴിയില്ല. സന്തോഷകരമായ ഹൃദയം, സമാധാനപരമായ ജീവിതം മനുഷ്യന് വേണ്ടത് അതാണ്. ഭക്തരെ, വിശ്വാസം തകർന്നാൽ പിന്നെ അവിടെ ക്ഷമയ്ക്ക് ഒരർത്ഥവുമില്ല. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങളെ അർഹിക്കാത്ത ആളുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഭക്തരെ, ദുഃഖിച്ചവനെ കണ്ണീരിൻ്റെ വിലയറിയൂ. സ്നേഹിച്ചവർക്ക് സ്നേഹം എന്താണെന്നറിയൂ. അനുഭവിച്ചവർക്ക് അനുഭവം എന്താണെന്നറിയൂ. വിശക്കുന്നവനെ വിശപ്പിൻ്റെ വിലയറിയൂ. ഇതെല്ലാം അറിയുന്നവനെ മനുഷ്യൻ എന്താണെന്ന് അറിയാൻ കഴിയൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ നിർമ്മിക്കാൻ മറ്റാരെങ്കിലും നിങ്ങളെ നിയമിക്കും. ഭക്തരെ, വാക്കുകൾ താക്കോലുകൾ പോലെയാണ്. തുറക്കാത്ത ഏത് ഹൃദയത്തിൻ്റെ വാതിലും തുറക്കുവാൻ അതിനാകും. വീണ്ടും ഒരിക്കലും തിരിച്ചു കയറുവാൻ കഴിയാത്ത വിധം പൂട്ടുവാനും. വീഴ്ചകളിൽ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ, ആപത്തിൽ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ ബന്ധങ്ങൾക്കവിടെ പ്രസക്തിയില്ല. അർത്ഥവത്തായ മൗനമാണ് എപ്പോഴും അർത്ഥശൂന്യമായ വാക്കുകളേക്കാൾ നല്ലത്. ദേഷ്യം തനിച്ചു വരും, പക്ഷേ നിങ്ങളിലുള്ള നല്ല ഗുണങ്ങളെ മുഴുവൻ അത് കൊണ്ടുപോകും. ക്ഷമയും തനിച്ചു തന്നെയാണ് വരുന്നത്, പക്ഷേ നിങ്ങൾക്ക് എല്ലാ നല്ല ഗുണങ്ങളെയും കൊണ്ടുവന്ന് തരും. തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. ഭക്തരെ, നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്ന സത്യം മനസ്സിലാക്കുക. നല്ലതേ വരൂ എന്ന് ചിന്തിക്കുക. മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വയ്ക്കുക. ജീവിതത്തിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാന പാഠം, എല്ലാവരും നിങ്ങൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. ഭക്തരെ, നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന മുറിവുകൾ എത്രയൊക്കെയാണെങ്കിലും പെട്ടെന്ന് ഉണങ്ങും. പക്ഷേ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും അങ്ങനെ തന്നെ ഉണ്ടാകും. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കും തോറും നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതത്തിലെ സമാധാനമായിരിക്കും. ഭക്തരെ, ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ 1000 ബന്ധങ്ങൾ ആവശ്യമില്ല. നിങ്ങളെ ആത്മാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരാൾ മതിയാകും. നിങ്ങളുടെ മൗനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാവില്ല. പ്രശ്നങ്ങളെല്ലാം സാധാരണമാണ്, പക്ഷേ അതിനോടുള്ള നിങ്ങളുടെ മനോഭാവമാണ് പരിഹാരങ്ങളിൽ വ്യത്യാസമുണ്ടാക്കുന്നത്. ഭക്തരെ, ഓരോ വേദനയും മനുഷ്യന് ഓരോ പാഠം നൽകുന്നു. ഓരോ പാഠവും ഓരോ വ്യക്തിയെ മാറ്റുന്നു. ഭക്തരെ, മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവുമൊക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിക്കാൻ പറ്റില്ല. ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല. എന്തിനേയും ഭയമില്ലാതെ നേരിടുക. കാരണം നിങ്ങളുടെ ഭയമാണ് മറ്റുള്ളവരുടെ വിജയം. ഭക്തരെ, ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കുന്നതിനേക്കാൾ നന്നായി ചില മനുഷ്യർ ജീവിതത്തിൽ പല പാഠങ്ങളും പഠിപ്പിക്കും. ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. നേരിടുക, മുന്നോട്ടു പോവുക. മഹാദേവൻ എന്നും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുള്ളവർക്ക് മാത്രമേ തിരക്കിനിടയിലും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയൂ. അല്ലാത്തവർക്ക് പറയാൻ 1000 കാരണങ്ങളുണ്ടാകും. ഭക്തരെ, ഒരിക്കൽ അത്ര ആഴത്തിൽ മുറിഞ്ഞ മുറിവുകളൊന്നും പിന്നീട് എത്ര ചേർത്ത് വെച്ച് കെട്ടിയാലും ഒന്നും പഴയതുപോലെയാവില്ല. പ്രത്യേകിച്ച് ആ മുറിവുകൾ സമ്മാനിച്ചത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.